രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ശബ്ദം മാത്രം മുഴങ്ങിക്കേൾക്കാം. അതൊരു ഹൃദയമിടിപ്പാണ്. നാളെയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് വേഗത്തിലാകുന്ന ഹൃദയമിടിപ്പ്. അടച്ചിട്ട മുറികൾക്കുള്ളിൽ ലാപ്ടോപ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു നട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് രാഹുൽ. അവൻ ഉറങ്ങാറില്ല. അവനെപ്പോലെ ഒരുപാട് യുവാക്കൾക്കിന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു ജോലി, കൃത്യമായ ഒരു വരുമാനം, സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹം, അതവർക്കൊരു സ്വപ്നം മാത്രമല്ല, ജീവൻ നിലനിർത്താനുള്ള ഒരു വലിയ പോരാട്ടമാണ്. രാഹുലിൻ്റെ കഥ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ കഥയാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കഥ. അവൻ്റെ അച്ഛൻ ഒരു സാധാരണക്കാരനായിരുന്നു. തൻ്റെ വിയർപ്പിൻ്റെ വില മുഴുവൻ മകൻ്റെ വിദ്യാഭ്യാസത്തിനായി ബാങ്കുകളിൽ തിരിച്ചടയ്ക്കുന്ന ഒരു പാവം മനുഷ്യൻ. അമ്മയാകട്ടെ മകൻ്റെ ഓരോ നെടുവീർപ്പിലും നെഞ്ചുരുക്കുന്ന ഒരു സാധാരണ അമ്മ. രാഹുൽ പഠിക്കാൻ മിടുക്കനായിരുന്നു. കോളേജിൽ നിന്നിറങ്ങുമ്പോൾ വലിയൊരു കോർപ്പറേറ്റ് ജോലി അവൻ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ പുറത്ത് വലിയൊരു ലോകമുണ്ടെന്നും അത് ഉറങ്ങാത്ത ലോകമാണെന്നും സ്നേഹമില്ലാത്ത മത്സരങ്ങൾ മാത്രമുള്ള അതിവേഗം ഓടുന്ന കോർപ്പറേറ്റ് മാർക്കറ്റാണെന്നും അവൻ അറിയില്ലായിരുന്നു. വിപണിയിലെ പ്രീമിയം കാറ്റഗറിയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന വമ്പൻ ബ്രാൻഡുകൾക്ക് പോലും തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ വലിയ പെടാപ്പാടുള്ള ആ ലോകത്തേക്ക് അവൻ വലിയ പ്രതീക്ഷകളോടെയാണ് കാലെടുത്ത് വെച്ചത്. വലിയ ബോർഡുകളിൽ നിങ്ങളുടെ കിടക്കയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച നിക്ഷേപം എന്ന് വില കൂടിയ പരസ്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ ആ കിടക്കകളിൽ യാതൊരു ആധിയുമില്ലാതെ ഉറങ്ങാൻ രാഹുലിനെ പോലുള്ള നമ്മുടെ യുവതലമുറയ്ക്ക് ഇന്ന് കഴിയുന്നുണ്ടോ? ഇല്ല എന്നതാണ് നഗ്നമായ സത്യം. ദിവസങ്ങൾ കടന്നുപോയി. രാഹുലിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം അവൻ്റെ വിലപ്പെട്ട സമയമായിരുന്നു. കൊഴിഞ്ഞുപോകുന്ന അവൻ്റെ യൗവനമായിരുന്നു. പക്ഷേ ആ നിക്ഷേപത്തിന് എന്ത് ലാഭമാണ് ഈ തൊഴിൽ വിപണി തിരികെ നൽകിയത്? അതൊരു വലിയ ചോദ്യചിഹ്നം മാത്രമായി അവശേഷിച്ചു. ഓരോ പ്രഭാതത്തിലും അച്ഛൻ പത്രമെടുത്ത് വായിക്കുമ്പോൾ രാഹുൽ പതുക്കെ ആരും കാണാതെ തൊഴിലവസരങ്ങളുടെ പേജ് പരതും. അച്ഛൻ്റെ നിരാശ നിറഞ്ഞ നോട്ടങ്ങൾ ഒഴിവാക്കാൻ അവൻ പലപ്പോഴും സ്വന്തം മുറിയിൽ തന്നെ ഇരിക്കും. മോനെ, ഇന്ന് നിനക്ക് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലേ എന്ന് അമ്മ വാത്സല്യത്തോടെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന ഭാവത്തിൽ അവൻ പതുക്കെ തലയാട്ടും. പക്ഷെ ആ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റപ്പോൾ വീശിയടിക്കുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂ റൂമുകൾക്ക് മുന്നിലെ തണുത്തുറഞ്ഞ നിമിഷങ്ങൾ അവൻ ഇന്ന് കാണാപ്പാഠമാണ്. വർഷങ്ങളുടെ പഠനം, കുറച്ചു കാലത്തെ അനുഭവ പരിചയം, ഉറക്കമൊഴിച്ചിരുന്നുണ്ടാക്കിയ പ്രോജക്റ്റുകൾ, ഇതെല്ലാം ഒരു കടലാസ് ഫയലിൽ ഒതുക്കി അവൻ ഹൃദയമിടിപ്പോടെ കാത്തുനിന്നിട്ടുണ്ട്. വലിയ കോർപ്പറേറ്റ് മീറ്റിങ്ങുകളിൽ വിയർപ്പൊഴുക്കി പ്ലാനുകൾ അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഗംഭീരമായിരിക്കുന്നു, ശരിക്കും വിസ്മയിപ്പിക്കുന്നു, നമുക്ക് ഉടൻ തന്നെ ഈ ക്യാമ്പയിൻ തുടങ്ങാമെന്ന്. ആ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് അവനെ പോലെ. അവൻ ആ വാക്കുകൾ വെറുമൊരു ഔദ്യോഗിക അംഗീകാരമായിരുന്നില്ല, അതൊരു ജീവവായുവായിരുന്നു. തൻ്റെ കഴിവുകൾ ആരെങ്കിലും കണ്ടറിഞ്ഞു എന്നതിൻ്റെ വലിയൊരു ആശ്വാസം. ഒരു ചെറിയ റിക്വസ്റ്റ് പറയട്ടെ, ഈ കഥ നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് പുതിയ കഥകൾ ചെയ്യാനുള്ള വലിയ മോട്ടിവേഷനാണ്. ഇതുപോലുള്ള ഇമോഷണൽ സ്റ്റോറീസും മിസ്സാകാതെ കാണാൻ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി കഥ തുടരാം. വീട്ടിൽ ചെന്ന് അമ്മയോട് സന്തോഷത്തോടെ ആ വാർത്ത അവൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവിടെ വരി നിൽക്കുന്ന എത്ര പേർക്ക് ആ ജീവവായു ലഭിക്കുന്നുണ്ട്? ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് അവനൊരു കോൾ വന്നില്ല. അവൻ അയച്ച മെയിലുകൾക്കൊന്നും മറുപടി കിട്ടിയതുമില്ല. അവർ ഏതു വഴിയിലൂടെ നടക്കുമെന്ന് രാഹുൽ ഇരുന്ന് ചിന്തിച്ചു തുടങ്ങി. അവൻ വീണ്ടും പുറത്തേക്കിറങ്ങുകയാണ്. അതേ പഴയ ചോദ്യങ്ങൾ വീണ്ടും നേരിടാൻ. നാട്ടിലെ വഴികളിലൂടെ നടക്കുമ്പോൾ സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ അവനെ അമ്പുകൾ പോലെ തുളച്ചു കയറി. എന്താടാ രാഹുലേ, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ, വല്ല പണിക്കും പോയിക്കൂടെ? സ്വന്തം ബന്ധുക്കളുടെ പരിഹാസങ്ങൾ നിറഞ്ഞ ഇത്തരം ചോദ്യങ്ങൾ അവനെ വല്ലാതെ തളർത്തി. അതിനേക്കാളൊക്കെ ഉപരി സ്വന്തം മനസ്സിൻ്റെ തന്നെ ചോദ്യങ്ങൾ അവനെ വേട്ടയാടാൻ തുടങ്ങി. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണോ? എൻ്റെ പഠിപ്പിന് ഈ ലോകത്ത് ഒരു വിലയുമില്ലേ? എനിക്ക് മാത്രം എന്താണൊരു വഴി തെളിയാത്തത്? ഈ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ വലിയൊരു ഇരുട്ടിലേക്കാണ് ഓരോ ദിവസവും അവനെ തള്ളിയിട്ടത്. രാത്രികളിൽ ആരും അറിയാതെ അവൻ ഫോണെടുത്ത് സോഷ്യൽ മീഡിയ തുറക്കും. അവിടെ കാണുന്നത് തിളങ്ങുന്ന മറ്റൊരു ലോകമാണ്. ഫേസ്ബുക്കിലും മറ്റും സുഹൃത്തുക്കളുടെ പുതിയ ജോലിയുടെ സന്തോഷങ്ങൾ, അവരുടെ പുതിയ വാഹനങ്ങൾ, പുതിയ ജീവിതം. അതിന് താഴെ വരുന്ന അഭിനന്ദനങ്ങളുടെ പ്രവാഹം കാണുമ്പോൾ, അതിന് മറുപടിയായുള്ള നന്ദി പറയലുകൾ കാണുമ്പോൾ രാഹുലിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ രൂപപ്പെടും. അവന് മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് അസൂയ ഉണ്ടായിട്ടല്ല, പക്ഷേ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോൾ അവനുണ്ടാകുന്ന വല്ലാത്തൊരു ശ്വാസം മുട്ടലുണ്ടല്ലോ, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്കും അതുപോലെയാകണം, എനിക്കും എൻ്റേതായൊരു സ്പേസ് വേണം ഈ ലോകത്ത്. ഈ ആഗ്രഹം പിന്നീട് വലിയൊരു ഭാരമായി അവനിൽ മാറുകയായിരുന്നു. താങ്ങാൻ കഴിയാത്തത്ര പ്രഷർ,
തലച്ചോറിലെ ഞരമ്പുകളെ വരിഞ്ഞു മുറുക്കുന്ന കടുത്ത സമ്മർദ്ദം. മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ രാഹുലിന് സ്വന്തം രൂപത്തോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ് തോന്നുന്ന അവസ്ഥയായി അത് മാറി. തൊഴിലില്ലായ്മ എന്നത് വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ലല്ലോ. ബാങ്ക് അക്കൗണ്ടിലെ പണം തീരുന്നതല്ല അതിലെ ഏറ്റവും വലിയ വേദന. അതൊരു വലിയ മാനസിക പ്രശ്നം കൂടിയാണ്. സ്വന്തം കഴിവിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു ഭയാനകമായ അവസ്ഥ. ഇതിൽ നിന്ന് അവനെ കൈപിടിച്ച് കരകയറ്റാൻ ഈ സമൂഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇല്ല എന്നതാണ് ഭയപ്പെടുത്തുന്ന സത്യം. കാരണം സമൂഹം എപ്പോഴും വിജയികളുടെ കൂടെയാണ് നടക്കുന്നത്. പരാജയപ്പെട്ട രാഹുലിനെ പോലുള്ളവരെ തിരിഞ്ഞു നോക്കാനോ അവരുടെ തോളിൽ തട്ടിയൊന്ന് ആശ്വസിപ്പിക്കാനോ ഇവിടെ ആർക്കും സമയമില്ല. എല്ലാവരും അവരവരുടേതായ ഓട്ടത്തിലാണ്. അങ്ങനെ ഇരിക്കെയാണ് പുതിയ ചില വാതിലുകൾ അവന് മുന്നിൽ തുറക്കപ്പെടുന്നത്. ഒളിച്ചോട്ടത്തിൻ്റെ വാതിലുകൾ, അല്ലെങ്കിൽ അവൻ്റെ അവസാനത്തെ ഒരു പിടിവള്ളി. തങ്ങളുടെ കഴിവുകൾക്ക് സ്വന്തം നാട്ടിൽ വിലയില്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന മറ്റൊരിടത്തേക്ക് പോകാമെന്ന ചിന്ത അവനിലും രൂപപ്പെട്ടു. നാടുവിടുക, അതാണിപ്പോഴത്തെ പുതിയ ട്രെൻഡ്. ഇന്ത്യയിലെ ഒന്നാംകിട ഭാഷാ പഠന കേന്ദ്രങ്ങളിലേക്ക് യുവാക്കൾ ഒഴുകുന്നത് അവൻ കണ്ടു. അവിടെ ജർമ്മൻ, ഫ്രഞ്ച്, PT, ഇംഗ്ലീഷ് ഭാഷകൾ പഠിക്കാൻ വലിയ തിരക്കാണ്. നഴ്സിംഗ് അക്കാഡമികളിലും മറ്റു വിദേശ പഠന കേന്ദ്രങ്ങളിലും നമ്മൾ കാണുന്നത് ഈ യുവാക്കളുടെ അവസാനത്തെ പ്രതീക്ഷയാണ് എന്നവന് മനസ്സിലായി. സ്വന്തം നാടും വീടും ഉറ്റവരെയും ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോകണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്ത രാഹുലിൻ്റെ മനസ്സിനെയും കീഴടക്കി. ഈ സിസ്റ്റത്തിൽ നിന്ന്, ഈ നിരന്തരമായ സമ്മർദ്ദത്തിൽ നിന്ന് എന്നേക്കുമായി ഒരു മോചനം അവനും ആഗ്രഹിച്ചു. അവനിപ്പോൾ വേണ്ടത് അതുമാത്രമായിരുന്നു. അവൻ്റെ അച്ഛൻ വീണ്ടും ബാങ്കിൽ പോയി. ഇത്തവണ വിദേശത്തേക്ക് പോകാനുള്ള പണത്തിനായുള്ള ഓട്ടമായിരുന്നു. അവൻ്റെ ആ യാത്രയുടെ തലേ ദിവസം രാത്രി വീട് മുഴുവൻ നിശബ്ദമാണ്. അമ്മ അവനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ഇതൊരു ചെറിയ കൂട്ടം ആളുകളുടെ പ്രശ്നമല്ല എന്ന അമ്മയ്ക്കറിയില്ലല്ലോ. ഇതൊരു വലിയ തലമുറയുടെ പ്രതിസന്ധിയാണ്. ഡിഗ്രികളും ഉയർന്ന റാങ്കുകളും സർട്ടിഫിക്കറ്റുകളായി കയ്യിലുണ്ടായിട്ടും മാർക്കറ്റിൻ്റെ പുതിയ ആവശ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന ഒരു വലിയ ജനതയുടെ പ്രതിനിധിയാണ് തൻ്റെ മകനെന്ന് ആ അച്ഛനും അറിയില്ലായിരുന്നു. കഴിവിനേക്കാൾ ഉപരി എങ്ങനെ സ്വയം വിൽക്കാമെന്നതാണ് ഇന്നത്തെ വിപണി പ്രധാനമായും നോക്കുന്നത്. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനേക്കാൾ നിന്നെക്കൊണ്ട് കമ്പനിക്ക് എത്ര രൂപ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഇന്നത്തെ ചോദ്യമെന്ന് രാഹുൽ അനുഭവിച്ചറിഞ്ഞതാണ്. അവിടെയാണ് പലർക്കും അടിതെറ്റുന്നത്. രാഹുലിന് അവൻ്റെ യഥാർത്ഥ വാല്യൂ എന്താണെന്ന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ അത് കോർപ്പറേറ്റ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയതാണ് അവൻ്റെ ഏറ്റവും വലിയ പരാജയം. എയർപോർട്ടിലെ ആ വലിയ തിരക്കിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. അവരവനെ ആശ്വസിപ്പിച്ചു. അവൻ ഉള്ളിലേക്ക് നടക്കുമ്പോൾ നിറ കണ്ണുകളോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ ആ വിമാനം കയറിയാൽ തീരുന്നതാണോ ഈ പ്രശ്നങ്ങൾ? അതത്ര എളുപ്പമാണോ? അവിടെയും അവരെ കാത്തിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള പോരാട്ടങ്ങളാണെന്ന് രാഹുലിന് അറിയാമായിരുന്നു. അപരിചിതമായ നാട്, പുതിയ ഭാഷ, പുതിയ മനുഷ്യർ. എങ്കിലും അവൻ പോകാൻ തയ്യാറാണ്. കാരണം ഇവിടെ ഈ നാട്ടിൽ ദിവസവും മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മറ്റെവിടെയെങ്കിലും പോയി കഷ്ടപ്പെടുന്നതാണ് എന്നവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കടുത്ത പോരാട്ടം അവൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരികയാണ്, കൂട്ടിനാരുമില്ലാതെ. അവിടെ ആ വിദേശ രാജ്യത്ത് ഓരോ പുതിയ പ്രഭാതവും അവനൊരു പുതിയ യുദ്ധമാണ്. വലിയ പ്രതീക്ഷകളുടെയും അതിലും വലിയ നിരാശകളുടെയും ഇടയിൽ കിടന്ന് ഞെരിയുന്ന നമ്മുടെ യുവത്വങ്ങൾ അവനെപ്പോലെ ഒരുപാടുണ്ട്. എപ്പോഴെങ്കിലും ഇരുട്ടുമാറി ഒരു ചെറിയ വെളിച്ചം കാണുമെന്ന പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് നടക്കുകയാണ്. ചിലപ്പോൾ അവരുടെ കാലുകൾ തളരുന്നുണ്ടാകാം, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടാകാം, നെഞ്ചിൽ വലിയൊരു ഭാരം തോന്നുന്നുണ്ടാകാം. എങ്കിലും അവർ തങ്ങളുടെ യാത്ര തുടരുകയാണ്. കാരണം തോറ്റുകൊടുക്കാൻ അവർ ഒരുക്കമല്ല. ഈ സമൂഹത്തിനു മുന്നിൽ ജീവിച്ചു കാണിക്കണമെന്ന ഒറ്റ വാശിയിലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും. ഈ ഇരുട്ട് പൂർണ്ണമായും മാറും മുമ്പ് നടക്കുന്ന ഈ നിശബ്ദ പോരാട്ടങ്ങളിൽ പുറമെ ആർക്കും കാണാൻ കഴിയാത്ത ചില ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ആ മുറിവുകൾ സ്വന്തം ഹൃദയത്തിൽ ഒളിച്ചാണ് രാഹുലിനെ പോലുള്ള ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ന് ജീവിക്കുന്നത്. ഓർക്കുക, ആ മുറിവുകൾ കരിഞ്ഞുണങ്ങുമ്പോഴാണ് നാളത്തെ ചരിത്രം ഇവിടെ പിറക്കുന്നത്. ഇതൊരു കഥയല്ല, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, നമ്മളോട് ചിരിക്കാൻ ശ്രമിക്കുന്ന, എന്നാൽ ഉള്ളിൽ കരയുന്ന ഒരുപാട് മനുഷ്യരുടെ യഥാർത്ഥ ജീവിതമാണ്. ഈ കഥയിലെ രാഹുൽ ചിലപ്പോൾ നിങ്ങളുടെ സഹോദരനാകാം, നിങ്ങളുടെ സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാകാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും
താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ഹൃദയസ്പർശിയായ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനലായ നോവൽ പെട്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.